മോളെ പിരിയുന്നതിൽ എൻ്റെ വേദനയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അതൊരർത്ഥത്തിൽ നിങ്ങളുടെ ജയമാണല്ലോ. നിയമ നടപടികളുമായിട്ട് കുറേ കാലം കൂടി എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പക്ഷെ കോടതി ചെന്ന് നിൽക്കുന്നതും അവൾക്ക് വേണ്ടി നടത്തുന്ന വാദങ്ങളുമൊക്കെ അത് അവളുടെ മനസ്സിനെയാണ് ബാധിക്കുന്നതെന്ന്. അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇന്നുവരെ അവളെ ഞാൻ ഒരു കുറവും അറിയിച്ചിട്ടില്ല. ഇനിയും അതുണ്ടാവരുത്. വീണ, കല്യാണിയുടെ പെരുമാറ്റം വീണയ്ക്ക് അറിയാലോ. ഹരിയെ കാണാതാവുമ്പോ ചിലപ്പോ അവള് ബഹളം വെക്കും. വീണ അവളോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനേ പാടുള്ളൂ. അവളുടെ ശീലങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ അഡ്വക്കേറ്റിനോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് അവളെ കാണാൻ തോന്നുമ്പോ ഒന്ന് വന്ന് കാണാൻ അനുവദിക്കണമെന്ന്. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ? ഇല്ല, വല്ലപ്പോഴൊക്കെ ഹരിയേട്ടനെ വന്ന് കാണാം. അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകാതെ ഹരിയേട്ടൻ ശ്രദ്ധിച്ചാൽ മതി. ഹരി, ഒന്നുമില്ലായ്മയിലേക്കല്ല ഞാൻ എന്റെ മോളെ കൊണ്ടുവന്നത്. അവളുടെ അച്ഛൻ സമ്പന്നനാ. അവൾ എന്താഗ്രഹിച്ചാലും അത് നേടിക്കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇല്ല വിപിൻ, പണം കൊണ്ട് നേടിക്കൊടുക്കാവുന്ന ഒന്നും ആയിരിക്കില്ല അവള് ചോദിക്കുന്നത്. അവള് വളർന്നു വന്നത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനില്. അതൊക്കെ പോട്ടെ, ഞാൻ അവളെ എടുത്തോണ്ട് വരാം.